സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം. 150 ഏക്കർ ഭൂമി കണ്ടെത്തിയാൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകും. കാസർഗോഡ് ചീമേനി അനുയോജ്യമായ സ്ഥലമെന്ന് കേരളം. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടറും മുഖ്യമന്ത്രിയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, നമുക്കറിയാം വൈദ്യുതി പ്രതിസന്ധി കേരളത്തിൽ വളരെ രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര മന്ത്രിയുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്? ദേവിക, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് അതിരൂക്ഷമായി തുടർന്ന സാഹചര്യത്തിലാണ് ആണവ നിലയം എന്ന ആശയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. 150 ഏക്കർ ഈ വസ്തു ഇത്തരത്തിൽ സ്ഥലം കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ അത് ഈ പ്ലാന്റ് നിർമ്മിക്കാനുള്ള സഹായങ്ങൾ കേന്ദ്രം ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനം കടന്നുപോകുന്ന അതിരൂക്ഷമായിട്ടുള്ള ഈ വൈദ്യുത പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ നടത്താൻ സാധിക്കും. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ തോറിയം പോലുള്ള ആണവ ഉൽപാദന ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തോറി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കാം അല്ലെങ്കിൽ വൈദ്യുതി നിർമ്മാണം നടത്താമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യം കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളിയായിരുന്നു. അതിരപ്പള്ളി ഒരു ടൂറിസം മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രത്തോട് അറിയിച്ചിരുന്നു. ഈ ഒരുപക്ഷെ ഈ ആണവ നിലയം വരികയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ബഫർ സോണുകളായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഈ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കാസർഗോഡ് ചീമേനിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ, ഈ സ്ഥലം കണ്ടെത്തി കേന്ദ്രത്തിന് നൽകുകയാണെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റു ചില NTPകൾ സംബന്ധിച്ചിട്ടുള്ള മറ്റു ചില ആണവ കരാറുമായിട്ട് സംബന്ധിച്ച ചർച്ചകളും കഴിഞ്ഞ ദിവസം കേന്ദ്ര വൈദ്യുതി മന്ത്രിയും കേരള വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയുമായിട്ട് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. NTPയുടെ കരാറുകൾ ഈ 400 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്ന കരാറുകൾ ദീർഘകാലത്തേക്ക് നീട്ടുക, 5 വർഷത്തെ കാലാവധിയായി ഉറക്കുക, അതോടൊപ്പം തന്നെ BGF ഫണ്ട് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ളതായും കേരളം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ഭാവിയെ തന്നെ ശോഭിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഈ ആണവ നിലയം മാറും. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ടിൻഡു ദാസ്.